നമസ്കാരം. പ്രധാന വാർത്തകൾ. LDF കൺവീനർ സ്ഥാനം ഒഴിയാനുറച്ച് EP ജയരാജൻ രാജ്യസന്നദ്ധത അറിയിച്ചു. LDF കൺവീനർ EP ജയരാജൻ സ്ഥാനമൊഴിയും. BJP നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച വിവാദത്തിലാണ് നീക്കം. രാജ്യസന്നദ്ധ EP പാർട്ടിയെ അറിയിച്ചതായാണ് റിപ്പോർട്ട്. ഇന്നത്തെ CPM സംസ്ഥാന സമിതി യോഗത്തിൽ EP പങ്കെടുക്കില്ല. EP കണ്ണൂരിലേക്ക് മടങ്ങി. EP ജയരാജൻ പ്രകാശ് ജാവേദ്കറുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ മുന്നണിക്കുള്ളിൽ നിന്നും കടുത്ത അതൃപ്തി ഉയർന്നിരുന്നു. EP BJP ബന്ധം ഇന്ന് CPM സംസ്ഥാന സമിതി ചർച്ച ചെയ്യാനിരിക്കെയാണ് നിർണായക നീക്കം EP നടത്തിയത്. ലോഡ്ജിൽ മുറിയെടുത്ത 47-കാരൻ മരിച്ച നിലയിൽ. പേരാമ്പ്രയിലെ ലോഡ്ജിൽ മുറിയെടുത്ത 47-കാരനെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി. കാരയാട് നെല്ലിയുള്ളപറമ്പിൽ പ്രമോദാണ് മരിച്ചത്. കോൺട്രാക്ടറായി ജോലി ചെയ്യുന്ന പ്രമോദ് കഴിഞ്ഞ ദിവസമാണ് പേരാമ്പ്രയിലെ ലോഡ്ജിൽ മുറിയെടുത്തത്. രാത്രി വൈകിയിട്ടും വീട്ടിലെത്താത്തതിനെ തുടർന്ന് ബന്ധുക്കൾ നടത്തിയ അന്വേഷണത്തിലാണ് ലോഡ്ജിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോലീസ് എത്തിയ ശേഷം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് മാറ്റി. ബലാത്സംഗ കേസ്. മരടിലെ വില്ലയുടെ താക്കോൽ അന്വേഷണ സംഘത്തിന് നൽകാതെ മുകേഷ്. ബലാത്സംഗ കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തോട് സഹകരിക്കാതെ മുകേഷ് MLA. അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടും കൊച്ചി മരടിലെ വില്ലയുടെ താക്കോൽ മുകേഷ് കൈമാറിയില്ല. ഇന്നലെ വൈകിട്ട് വില്ലയിലെത്തിയെങ്കിലും പരിശോധന നടത്താനാകാതെ അന്വേഷണ സംഘം മടങ്ങി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പ്രണയം നടിച്ച് പീഡിപ്പിച്ചു. വീഡിയോ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചു. യുവാവ് അറസ്റ്റിൽ. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പ്രണയം നടിച്ച് പീഡിപ്പിച്ച് വീഡിയോ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച കേസിൽ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കാഞ്ഞാർ ഞരളമ്പുഴ സ്വദേശി കാർത്തികേയനാണ് അറസ്റ്റിലായത്. ഇൻസ്റ്റഗ്രാമിൽ പരിചയപ്പെട്ട പെൺകുട്ടിയെ തന്ത്രപരമായി കളമശ്ശേരിയിലെ ലോഡ്ജിലെത്തിച്ച് ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തുകയായിരുന്നു. തുടർന്ന് ഇതിന്റെ വീഡിയോകളും ഫോട്ടോകളും സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുത്തു. ഇത് വ്യാപകമായി പ്രചരിച്ചതോടെയാണ് പെൺകുട്ടി അറിയുന്നത്. തുടർന്നാണ് പരാതി നൽകിയത്. ഞരളമ്പുഴയിലെ ബന്ധുവിന്റെ വീട്ടിൽ നിന്നാണ് ഇയാളെ പോലീസ് പിടികൂടിയത്. ജൂനിയർ ആർട്ടിസ്റ്റിന്റെ പരാതി. ഇടവേള ബാബുവിനും സുധീഷിനുമെതിരെ പോലീസ് കേസ്. നടന്മാരായ ഇടവേള ബാബുവിനും സുധീഷിനുമെതിരെ പോലീസ് കേസ്. കോഴിക്കോട് സ്വദേശിയായ ജൂനിയർ ആർട്ടിസ്റ്റ് നൽകിയ പരാതിയിലാണ് ഇടവേള ബാബുവിനും സുധീഷിനുമെതിരെ നടക്കാവ് പോലീസ് കേസെടുത്തത്. അമ്മ സംഘടനയിൽ അംഗത്വം നൽകണമെങ്കിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടു എന്നാണ് ഇടവേള ബാബുവിനെതിരായ പരാതി. മോശം രീതിയിൽ സംസാരിച്ചെന്നാണ് നടൻ സുധീഷിനെതിരായ ആരോപണം.